Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ക്രീമിയും ഈസിയുമായിട്ടുള്ള ചീസ് കേക്കിന്റെ റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി ക്രിസ്മസിനോ ന്യൂ ഇയറിനോ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ പ്ലം കേക്ക് ആണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ പ്ലം കേക്കിനേക്കാളും വളരെ ഈസി ആയിട്ടും എന്നാൽ അതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രീമി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീസ് കേക്കിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സാധാരണ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് നമ്മുടെ ഓവനിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് വളരെ ഈസി ആയിട്ട് സ്റ്റീമിംഗ് മെത്തേഡിൽ, അതായത് നമുക്ക് സാധാരണ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ ചീസ് കേക്കിന്റെ റെസിപ്പി. അതുമാതിരി തന്നെ ഇതൊരു ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾ ഫുൾ ആയിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ചീസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ മിക്സ് ചെയ്യാനായിട്ട് ഒരു ബോൾ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് ഷുഗർ നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്, ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ നമുക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 200 ഗ്രാം ക്രീം ചീസ് നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മളിത് ഉപയോഗിക്കുന്നത് മിൽക്കി മിസ്റ്റിന്റെ ക്രീം ചീസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിന്റെ ക്രീം ചീസ് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ക്രീം ചീസ് ഷുഗറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും തന്നെ ലംസ് ഇല്ലാണ്ട് ഫൈൻ ആക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിന്ന് ഉപയോഗിക്കുന്നത് ലാഡിലാണ്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 എഗ്ഗ്, 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ മതി ചീസ് കേക്കിൻ്റെ മിക്സർ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു പോറിംഗ് കൺസിസ്റ്റൻസിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതേമാതിരി തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായി നമ്മൾ ഉണ്ടാക്കുന്നത് ചീസ് കേക്കിന് ആവശ്യമായ ഒരു ബേസ് ആണ്. അതിനായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ഒരു 20 എണ്ണം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊരു 5 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് നമുക്ക് അടിച്ചത് തരിതരിയായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന മാതിരി തരിതരിയായിട്ടാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. അതുമാതിരി നമ്മൾ ബട്ടർ ഇട്ടുകൊണ്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒരു സോഗി അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെറ്റ് കൺസിസ്റ്റൻസിലാണ് നമുക്കിത് കിട്ടിക്കുന്നത്. ഇത് എക്സാക്ട്ലി ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അടുത്തായി നമുക്കൊരു ബേക്കിംഗ് ട്രേ എടുത്ത് വെക്കാം. ഞാനിന്ന് ഉപയോഗിക്കുന്നത് ക്ലിപ്പ് ഓൺ ബേക്കിംഗ് ട്രേ ആണ്. ഇത് നമുക്ക് ചീസ് കേക്ക് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് സാധാരണ ബേക്കിംഗ് ട്രേയും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ റെസിപ്പിക്കായിട്ട്. അടുത്ത നമുക്ക് ട്രേയിലേക്ക് മെൽറ്റ് ചെയ്ത് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ചീസ് കേക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ആവുന്നതാണ്. ബട്ടർ അടിയിലും സൈഡിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കിയ ബിസ്ക്കറ്റിൻ്റെ ബേസ് നമുക്ക് ഇതിലേക്ക് ഇടാം. ട്രേയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊരു ബേസ് ആക്കി എടുക്കാം. നമ്മളുടെ ബിസ്ക്കറ്റിൻ്റെ ബേസ് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മളുടെ ചീസ് കേക്കിൻ്റെ മിക്സർ ഇതിലേക്ക് ഇടാം. ചീസ് കേക്കിൻ്റെ ബാറ്റർ നമ്മളുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം. ചീസ് കേക്കിൻ്റെ മിക്സർ ഈവൻലി സ്പ്രെഡ് ആകാനും അതുമാതിരി തന്നെ ഇതിനുള്ളിൽ ബബിൾസ് മുകളിലേക്ക് വന്ന് ചീസ് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം കുറച്ച് അലുമിനിയം ഫോയിൽ എടുത്ത് നമ്മളുടെ ബേക്കിംഗ് ട്രേ നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മളിന്ന് ചീസ് കേക്ക് കുക്ക് ചെയ്യുന്നത് സ്റ്റീമിംഗ് മെത്തേഡ് വഴിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അലുമിനിയം ഫോയിൽ ഇതിന് മുകളിൽ കവർ ചെയ്യുന്നത്. കാരണം നമ്മളുടെ സ്റ്റീം മുകളിൽ തട്ടി താഴേക്ക് നമ്മളുടെ ചീസ് കേക്കിൽ വീണ് അത് മെസ്സപ്പാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുന്നത്. കവർ ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം സ്റ്റീം ചെയ്യാനുള്ള ഒരു പാത്രം എടുത്ത് വെക്കാം. പാത്രം വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിക്കാം. അടുത്തതായി നമുക്കൊരു സ്റ്റാൻഡ് ഇതിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം അടുത്തതായി നമ്മളുടെ വെള്ളം ബോയിലാന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ബോയിലായി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ചീസ് കേക്കിൻ്റെ മിക്സർ എടുത്ത് നമ്മളുടെ പാത്രത്തിൻ്റെ നടുക്കനെ വെക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമുക്ക് സിമ്മറിലേക്ക് ബ്രിങ് ഡൗൺ ചെയ്യാം. സിമ്മറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നമുക്കൊരു 40 മിനിറ്റ് നേരം സിമ്മറിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. Set the timer for 40 minutes. 40 minutes starting now.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവൻ വഴി നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിന്ന് ഈ ചീസ് കേക്ക് കുക്ക് ചെയ്യുന്നത് സ്റ്റീമിംഗ് മെത്തേഡാണ്. ഓവനിൽ കുക്ക് ചെയ്യാനായിട്ട് 160 ഡിഗ്രീസ് ഇല്ലാന്നുണ്ടെങ്കിൽ 320 ഡിഗ്രി ഫാരൻഹൈറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ ചീസ് കേക്കിൻ്റെ മിക്സ് വെച്ചതിന് ശേഷം 45 തുടങ്ങി 55 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് റെഡിയായി കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, അങ്ങനെ നമ്മളുടെ ടൈമർ ഇവിടെ അടിച്ചിട്ടുണ്ട്. അടുത്തായി നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പാത്രത്തിൻ്റെ ലിഡ് മാറ്റി നമ്മളെ ചീസ് കേക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അടുത്തായി നമ്മൾ ബേക്കിംഗ് ട്രേയുടെ മുകളിൽ വെച്ച സിൽവർ ഫോയിൽ നമുക്കൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചീസ് കേക്ക് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഷേക്ക് ചെയ്ത് നോക്കുമ്പം അധികം വാബിളിയായിട്ട് നിൽക്കുന്നില്ല. അധികം വാബിളിയായിട്ട് നിന്ന് കഴിഞ്ഞാലാണ് നമുക്കത് കുറച്ച് ടൈമും കൂടെ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്ക് ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റ് നേരം അല്ലാന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നേരം നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം 4 മണിക്കൂർ നേരമാണ് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രീസറിൽ പെട്ടെന്ന് കിട്ടാനായിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു 10 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചീസ് കേക്ക് നമുക്ക് നന്നായിട്ട് ഡിമോൾഡ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അടുത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു 4 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഗൈസ്, അങ്ങനെ നമ്മളുടെ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചീസ് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് വിപ്പ് ചെയ്ത ക്രീം നമുക്ക് പൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രോബെറിയോ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കയ്യിൽ സ്ട്രോബെറിയും വിപ്പിംഗ് ക്രീമും ഒന്നും ഇല്ല. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ ചെറി വെച്ചിട്ടാണ് ഇത് ഗാർണിഷ് ചെയ്യാൻ പോകുന്നത്. അടുത്ത നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു സീവ് എടുത്തതിന് ശേഷം ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ഇടാം. ഇത് സാധാരണ ഷുഗർ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്താണ്. അതിനുശേഷം ഇതിന് മുകളിലേക്ക് നമുക്കിത് നൈസായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ ഗാർണിഷും എല്ലാം കഴിച്ചിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മളെ ചീസ് കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വായിലിട്ട് കഴിഞ്ഞാൽ മെൽറ്റായി പോകുന്ന മാതിരിയുള്ള ഒരു കൺസിസ്റ്റൻസി അല്ലെന്നുണ്ടെങ്കിൽ ടെക്സ്ചറാണ് ഇതിനുള്ളത്. സാധാരണ ഒരു പ്ലം കേക്കിനേക്കാളും വളരെ ഈസി ആയിട്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. നിങ്ങൾ പണ്ട മാതിരി ഒരു 4-5 ഐറ്റംസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു റെസിപ്പിയാണ്. ഞാനിത് ഫുൾ ഗ്യാരണ്ടി പറയും. ഈ റെസിപ്പി കറക്റ്റായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്സ് കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.